ഒരു പിന്നാലെ കാണാൻ പോയതിൻ്റെ ഭാരതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോടെയാണ് ഫോർട്ട് കൊച്ചി അവിടെ കാണാൻ വേണ്ടി എത്തിയത്. ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നൊക്കെ പറഞ്ഞ് എത്ര പോയാലും എത്ര കണ്ടാലും മതിയാത്ത സ്ഥലമാണ്. എത്ര ഷോപ്പിൽ നിന്ന് നമ്മൾ എത്ര ഒത്തു പോയാലും നമുക്ക് ഒരു മടുപ്പ് വരാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് വീരായാലും നമുക്കങ്ങനെ പ്രത്യേകിച്ച് മടുപ്പൊന്നും തോന്നില്ല. ഒരു പ്രത്യേക രസമാണ് പോകാനും നടക്കാനും. ഇവിടുത്തെ ഓരോ ഷോപ്പുകളാണെങ്കിലും റെസ്റ്റോറൻറ്റുമാരെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം, സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും ഒരു വൈബാണ് ആ ഒരു സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ജസ്റ്റ് പാർക്കിൽ കയറിയില്ലെങ്കിൽ പോലും വളരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഞങ്ങളൊരു ഉച്ചയോടെ എത്തി. ഞാനത് ആൾറെഡി വന്നത് ഷോപ്പിംഗ് ആയിരുന്നു കറങ്ങി നടക്കാറുണ്ട്. കൂടുതലും പോയത് അത്യാവശ്യം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ചാടി കൂടുതലായതുകൊണ്ട് അങ്ങനൊരു പ്രശ്നം ചേട്ടൻ്റെ കൂടെയാണ് ഞങ്ങളുടെ രണ്ടുപേരും കൂടെ സെറ്റായി. ഞങ്ങൾ പിന്നെ ഞങ്ങളെ എത്തിയില്ല. കണ്ടതൊന്നും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായിരുന്നില്ല. കുറേയൊക്കെ വായിച്ച് നോക്കി, കുറേയൊക്കെ മനസ്സിലാക്കി. എന്നാലും കുറച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ ചാടി പുറത്തിറങ്ങി. എല്ലാവരും അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവന്മാർ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൂട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും രണ്ടുപേരുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ കൂടെ എല്ലാം കൊണ്ട് ഓരോരുത്തരോട് അങ്ങനെ എന്തൊക്കെയോ അവരോടൊക്കെ ചോദിച്ച് ഇതാക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ചാടി പുറത്തിറങ്ങും. അവിടെ ഞാൻ പുറത്തിറങ്ങും. കാരണം അവിടെ പുറത്ത് വെറുതെ ഇരിക്കാൻ തന്നെ കാറിരിക്കാൻ തന്നെ പ്രത്യേക രസമാണ്. പിന്നെ ആ ഒരു ഇതൊക്കെ തന്നെയായിരുന്നു. എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇവിടെ തന്നെ കണ്ടു. ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു. അവിടെ തന്നെ കുറേ നേരം ഞങ്ങളിരുന്ന് സമയം അത്യാവശ്യം എനിക്കൊരു 2 days വേണം അതൊന്ന് കണ്ട് ഇതാകാനായിട്ട്. പുറത്തുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇപ്പോൾ ഇതൊന്നും ഇത്ര കണ്ടിട്ട് മതിയായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ഇവന്മാരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മനസ്സിലായ പോലെ. അതിലേക്ക് വേറെ ആരൊക്കെ ഫോട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ചാടി പുറത്തിറങ്ങി. ഷോപ്പിങ്ങുള്ള പരിപാടികൾ ആരംഭിച്ചു. ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. എങ്കിലും അതൊക്കെ ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് നടന്ന് വന്നപ്പോൾ ഓരോ ഷോപ്പും കഴിഞ്ഞ് വരുമ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ കുറേ പാട്ടുകളുണ്ടല്ലോ, അടുത്ത സെറ്റ് കാണും. പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ കയറും. അത്യാവശ്യം രസമുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. നമുക്ക് വീഡിയോത്ത് പുറകെ നടക്കുക എന്നുള്ളതല്ലാണ്ട് ഇതൊന്നും മനസ്സിലാക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്ട്രീറ്റിൽ കൂടിയൊക്കെ ഞങ്ങൾ ചെറിയ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. സ്ട്രീറ്റൊക്കെ അടിപൊളി. സ്ട്രീറ്റിൽ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കാണാനും മേടിച്ചില്ലെങ്കിൽ പോലും ഇതൊക്കെ കാണാൻ പോലും ഒരു രസമാണ്. ഇപ്പോൾ എന്തൊരു ചെറിയ ടോയൊക്കെ മേടിച്ചതും കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമല്ലോ. സാധാരണ ആളെപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. പക്ഷേ ആൾക്ക് വലിയ കുഴപ്പമുണ്ടായതല്ലോ. ഉണ്ണിച്ചേട്ടൻ ഉണ്ടായതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ അങ്ങോട്ട് സെറ്റായിരുന്നു. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ. ഫോട്ടോ എടുക്കാൻ നമുക്ക് ക്യാമറ
ചാർട്ട് പോലും തീർന്നു. കാരണം ഏത് സ്പോട്ട് കണ്ടാലും നമുക്കത് ഫോട്ടോ എടുക്കാനും അതൊക്കെ തോന്നും. അത്ര ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ചാവടിക്കാൻ പോയി. അവിടെ കണ്ട മുയലിൻ്റെ പുറകെ രണ്ടുപേരും പിന്നെ കുറേ നേരം മുയലിൻ്റെ പുറകെ കളിപ്പിച്ചു. ഒരു മുയൽ അത്യാവശ്യം ഒന്ന് തൊടാനൊക്കെ നിന്ന് കൊടുക്കും. മറ്റവൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പനാണെങ്കിൽ റാബിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവനെപ്പോഴും പറയും റാബിറ്റിനെ മേടിക്കാൻ. കുറേ നോക്കി അവൻ, എന്നാലും 1-2 പ്രാവശ്യമൊക്കെ തൊട്ടായിരുന്നു. അങ്ങനെ പേടിയൊന്നുമില്ല ആൾക്ക്. ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടി കഴിക്കാൻ വേണ്ടി ഓടി വരും. കപ്പലണ്ടി ഭയങ്കര ഇഷ്ടം. പിന്നെ രണ്ടുപേരും കൂടി മത്സരിച്ചുള്ള ജ്യൂസ് കുടിക്കലാണ് കാണുന്നത്. അപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ഒറ്റയ്ക്ക് കഴിക്കും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫോർട്ട് കൊച്ചി ബിനാലെ വിശേഷങ്ങൾ.